ഓക്കെ, സ്റ്റേജ് ഫിയർ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ കിടക്കുന്ന ആ ഒരു വലിയൊരു ബോംബിനെ നമ്മളൊന്ന് എടുത്ത് പുറത്തോട്ടിട്ട് പൊട്ടിക്കാൻ പോവാണ്. ഈ ഒരു സ്റ്റേജ് ഫിയർ, ഞാൻ ഉദ്ദേശിക്കുന്ന സ്റ്റേജ് ഫിയർ ഒരിക്കലും നിങ്ങൾ സ്റ്റേജിൽ കയറി കുറേ ആയിരം ആൾക്കാരോട് സംസാരിക്കുന്നത് മാത്രമല്ല. നിങ്ങളൊരു ഒരു ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് അവിടുത്തെ സംഭവം, അല്ലെങ്കിൽ നിങ്ങളൊരു പ്രസൻറ്റേഷൻ ചെയ്യുകയാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു ഓഫീസ് മീറ്റിങ്ങിൽ സംസാരിക്കുകയാണ്, എനിത്തിങ് നിങ്ങൾ മറ്റുള്ള ഒരു ക്രൗഡിനോട് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ആ ഫിയർ പോക്കാൻ വേണ്ടി നിങ്ങൾക്ക് പ്രാക്ടിക്കലി ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറച്ച് സംഭവങ്ങളാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. സോ നിങ്ങൾ ആദ്യമായിട്ടാണെന്നുണ്ടെങ്കിൽ എൻ്റെ പേര് നിഷാൽ. നിങ്ങളെ ലൈഫിനെയും കരിയറിനെയും ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്ന വീഡിയോസ് ആയിട്ട് നമ്മൾ ഈ ഒരു ചാനൽ കംപ്ലീറ്റ്ലി നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുക. സോ വിതൗട്ട് വേസ്റ്റിംഗ് എനി ടൈം, ലെറ്റ്സ് ബിഗിൻ. ഞാൻ ആ പ്രാക്ടിക്കൽ ടിപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് ഫസ്റ്റ് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടാണ്. നിങ്ങളെ വിചാരം ഈ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കോൺഫിഡൻ്റ് ആയിട്ട്, നമ്മുടെ മുന്നിൽ കുറേ ആൾക്കാരുണ്ടാവും ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കുന്നത്. ഇവരൊക്കെ എന്ത് ഫ്രീ ആയിട്ട് സംസാരിക്കുന്നത്, ഇവരൊക്കെ എന്ത് റിലാക്സ്ഡ് ആയിട്ട് സംസാരിക്കുന്നത്, ഇങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് ഉള്ളതെന്നുണ്ടെങ്കിൽ അതെടുത്ത് മാറ്റിക്കും. കാരണം എത്ര കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കുന്ന ആളാണെങ്കിൽ പോലും, എത്ര ചാമിങ് ആയിട്ട് സംസാരിക്കുന്ന ആളാണെങ്കിൽ പോലും, നിങ്ങളെ കമ്പനിയിലായിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളെ മീറ്റിങ്സിലോ എവിടെ നോക്കിയാലും നിങ്ങളെ ഭയങ്കര കോൺഫിഡൻറ്റ് സംസാരിക്കുന്ന ആൾക്കാരെ കാണാൻ പറ്റും. ഒരു സ്റ്റേജ് ഫിയർ ഒന്നുമില്ലാത്ത ആൾക്കാരെ കാണാൻ പറ്റും. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഈ എല്ലാ ആൾക്കാർക്കും എന്തുണ്ട്, അവർ ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പം ഒരു സ്റ്റേജിലേക്ക് കയറുമ്പോഴും എപ്പം എങ്ങോട്ട് പോകുമ്പോഴായാലും ചെറിയൊരു സ്ലൈറ്റായിട്ടുള്ളൊരു പേടിയെങ്കിലും, ഒരു നെർവസെങ്കിലും അവരുടെ ഉള്ളിലുണ്ട്. അതില്ലാന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ സാധനം കോമൺ ആണ്. ബട്ട് അവരും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, അവരതിനെ കൺട്രോൾ ചെയ്യാൻ പഠിച്ചെന്നുള്ളതാണ്. അവരുടെ ഉള്ളിലുള്ള ഫിയറിനെ, അവരുടെ ഉള്ളിലുള്ള നെർവസിനെ അവരത് കൺട്രോൾ ചെയ്യാൻ, ആ പേടി വെച്ചോണ്ട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, ആ പേടി വെച്ചോണ്ട് തന്നെ എങ്ങനെ സംസാരിക്കാം എന്നുള്ളത് അവർ മനസ്സിലാക്കി. നിങ്ങൾ ആ പേടി കാരണം അവിടെ ഇരിക്കുക ചെയ്യുന്നത്. ഇതാണ് ഡിഫറൻസ്. അല്ലാണ്ട് അവരെ പേടി അവരെടുത്ത് ഒഴിവാക്കല്ലേ ചെയ്തത്. ഓക്കെ, സോ നിങ്ങൾക്ക് ഈ ഒരു പേടി എങ്ങനെ ഒഴിവാക്കാം, അല്ലെങ്കിൽ എങ്ങനെ കൺട്രോൾ ചെയ്യാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത്, പ്രിപ്പയർ വെൽ. നിങ്ങൾക്കറിയാലോ നാളെ നിങ്ങൾക്ക് ഒരു പ്രസൻറ്റേഷൻ ഉണ്ടെന്ന്, നിങ്ങൾക്കറിയാലോ നാളെ നിങ്ങൾക്ക് ഒരു മീറ്റിംഗ് ഉണ്ടെന്ന്, നിങ്ങൾക്കറിയാലോ നാളെ സ്റ്റേജിൽ കയറി സംസാരിക്കാനുള്ളതാണ് അല്ലെങ്കിൽ പാട്ട് പാടാനുള്ളതെന്നുള്ളത്. അപ്പോൾ അതിനെക്കൊണ്ട് എന്താക്കിക്കോളാം, പ്രിപ്പയർ ചെയ്തോളാം. നാളെ എന്താണോ സംസാരിക്കാനുള്ളത്, നാളെ എന്താണോ ചെയ്യാനുള്ളത്, അത് വെരി വെൽ പ്രിപ്പയർഡ് ആയിരിക്കണം. അത് ബൈ ഹാർട്ട് പഠിക്കുക. നിങ്ങൾക്ക് എങ്ങനെയാണോ അത് സെറ്റാക്കി പ്രിപ്പയർ ആക്കി വെക്കാൻ പറ്റുക, അത് കാരണം അത് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങളെ കോൺഫിഡൻസ് ഒന്ന് ഒരു 70% സെറ്റാണ്. ഓക്കെ, എനിക്കിത് അറിയാലോ, അറിയാത്ത പ്രശ്നമില്ലല്ലോ, അറിയാത്തതിനെ കൊണ്ട് പബ്ബ് പഠിക്കുമല്ലോ, ആ ഒരു സാധനങ്ങളുള്ളിൽ വരും. സോ പ്രിപ്പറേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു കിൽ സ്റ്റേജ് ഫിയർ. രണ്ടാമത്തെ കാര്യം, സ്റ്റോപ്പ് ട്രൈങ് ടു എലിമിനേറ്റ് ഫിയർ. ഞാൻ ആദ്യം പറഞ്ഞ സെയിം സംബന്ധം എനിക്ക് ഇവിടെ പറയാനുള്ളത്. നമ്മളുള്ളിൽ നിന്ന് പേടി എടുത്തിട്ട് ഒഴിവാക്കാൻ വേണ്ടി എല്ലാം നിങ്ങൾ ട്രൈ ചെയ്യേണ്ടത്. ഒരിക്കലും അതല്ല നമുക്കിവിടെ വേണ്ടി. എനിക്ക് പേടിയുണ്ട്, ആ പേടി എങ്ങനെ മാറ്റും, ഇതെല്ലാം നിങ്ങൾ അവിടെ ആലോചിക്കേണ്ടത്. ഈ പേടിൻ്റെ വെച്ചും കൊണ്ട് തന്നെ, ഈ പേടി നിന്നുകൊണ്ട് തന്നെ ഞാൻ എങ്ങനെ ആ സംഭവം സംസാരിക്കുന്നത് നിങ്ങൾ നോക്കേണ്ടത്. ഒരിക്കലും നമുക്ക് എടുത്ത് ഒഴിവാക്കാൻ കഴിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞ സെയിം സംഭവം. എങ്ങനെ ഈ കോൺഫിഡൻറ്റ് സംസാരിക്കുന്ന ആൾക്കാർ ആ പേടിൻ്റെ മുകളിൽ നിന്നിട്ട് എങ്ങനെ സംസാരിക്കുന്നത് നോക്കുന്നത്. നിങ്ങളെന്താ ചെയ്യുന്നത്, പേടി വെച്ചിട്ട് അവിടെ ഇരുന്ന് പോവുക ചെയ്യുന്നത്. സോ ആ പേടിൻ്റെ മുകളിൽ എങ്ങനെ സംസാരിക്കുന്നുള്ളത് മാത്രം നിങ്ങൾ എന്താക്കിയാൽ മതി, ശ്രദ്ധിച്ചാൽ മതി. മൂന്നാമത്തെ കാര്യം, യൂസ് ദ 3-part സ്പീച്ച് സ്ട്രക്ചർ. അതായത് നിങ്ങളൊരു സാധനം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത്, നിങ്ങളൊരു കാര്യം സംസാരിക്കുന്ന സമയത്ത്, അതിന് നിങ്ങൾ തോന്നുന്ന മാതിരി വലിച്ചു വാരി അങ്ങോട്ട് വെറുതെ ഇടാണ്ട് അതിനെ പ്രോപ്പർ സ്ട്രക്ചർ ആക്കുക. പ്രോപ്പർ എന്ന് പറഞ്ഞാൽ എസ്പെഷ്യലി 3 സ്ട്രക്ചേഴ്സ് ആക്കുക. ഒന്നാമത്തത് ഓപ്പണിംഗ്, രണ്ടാമത്തത് മെയിൻ പാർട്ട്, മൂന്നാമത്തത് കൺക്ലൂഷൻ. അത് നിങ്ങൾ പറയാൻ പോകുന്ന ഒരു ടോപ്പിക്കിന് ഫസ്റ്റ് എന്തുണ്ടാവണം, ഒരു ഓപ്പണിംഗ് ഉണ്ടാവണം. ഡയറക്റ്റ് കയറി നിങ്ങൾ എന്താക്കരുത്, ആ കണ്ടന്റ് കൊണ്ട് പറയരുത്. അതിനെന്താക്കണം, ഓപ്പണിംഗ് കൊടുക്കണം. ഇപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ തന്നെ നോക്കിക്കോ. ഞാൻ ഇനീഷ്യലി നേരെ പോയിട്ട് എന്താക്കിയില്ല, 1 സ്റ്റെപ്പ് 2 ഇങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഫസ്റ്റ് ഞങ്ങൾക്ക് ഒരു ഇൻട്രോ അല്ലെങ്കിൽ ഒരു ഓപ്പണിംഗ് തന്നു. അതിന് ശേഷം ഞാൻ എന്ത് തുടങ്ങി, ഇതിൻ്റെ കാര്യങ്ങൾ, മെയിൻ പാർട്ടുകൾ സംസാരിക്കാൻ തുടങ്ങി. ഞാൻ നെക്സ്റ്റ് ഏറ്റവും ഫൈനൽ എന്താക്കും, ഇതിനൊരു ഔട്ടറിൽ ഒരു കൺക്ലൂഷൻ കൊടുക്കും. സോ അങ്ങനെയാണ് നിങ്ങൾ എന്തൊരു സാധനം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്തും സ്ട്രക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട്. 3-part സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അതാണ്. ഒന്നാമത്തെ എന്താടാ, നിങ്ങൾക്ക് ഒരു ഇൻട്രോ അല്ലെങ്കിൽ ഒരു ഓപ്പണിംഗ് വേണം. അല്ലെങ്കിൽ രണ്ടാമത്തെ എന്ത് വേണം, മെയിൻ സ്ട്രക്ചർ അല്ലെങ്കിൽ മെയിൻ പാർട്ട് വേണം. മൂന്നാമത്തെ എന്ത് വേണം, പ്രോപ്പറായിട്ടുള്ള ഔട്ടറോ അല്ലെങ്കിൽ ഒരു കൺക്ലൂഷൻ നിങ്ങൾക്ക് നിർബന്ധമാണ്. അടുത്തതാണ്, കൺട്രോൾ യുവർ ബോഡി ബിഫോർ യു സ്പീക്ക്. അതായത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ചിലപ്പോൾ ഈ ഫുട്ബോളിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ പെനാൽറ്റി അടിക്കുന്നതിന് മുമ്പ് ബ്രീത്ത് എടുക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതായത് ബ്രീത്ത് എടുത്ത് ഒന്ന് ഹോൾഡ് ചെയ്ത് റിലീസ് ചെയ്യുക. ഇതെന്തിനു വേണ്ടി ചെയ്യുന്നത്, മൂപ്പര് വെറുതെ ഒരു ഗിമിക്കിന് വേണ്ടി ചെയ്യണം? അല്ല. ഈ നിങ്ങൾ പ്രോപ്പറായിട്ട് 4 വട്ടം, പ്രോപ്പറായിട്ട് നിങ്ങളൊരു കാര്യം ചെയ്യുന്നതിന് മുന്നേ ഒരു 4 വട്ടം ഈ ഒരു ബ്രീത്ത് ഇൻ, ഹോൾഡ് ഓൺ, ബ്രീത്ത് ഔട്ട്, ഈ ഒരു സാധനം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ് കോൺഷ്യസ് മൈൻഡിൽ നിങ്ങൾ എന്തോ ഒരു വലിയ സംഭവം ചെയ്യാൻ പോകുന്നതിന് നിങ്ങൾ റിലാക്സ്ഡ് ആക്കുക ചെയ്യുന്നത്. ഓക്കെ, അതിന് നിങ്ങളുടെ ഉള്ളിൽ കാമാക്കുക ചെയ്യുന്നത്. ഓക്കെ, ഐ ക്യാൻ ഹാൻഡിൽ ദിസ്. ആ സാധനം നിങ്ങളുടെ ഉള്ളിൽ കൊടുക്കുക ചെയ്യുന്നത്. സോ എന്തൊരു സാധനത്തിന് പോകുന്നതിന് മുമ്പ് ആകെ 1 മിനിറ്റ് പോലും എടുക്കില്ല. 4 വട്ടം ഒന്ന് ബ്രീത്ത് ഇൻ ചെയ്ത് ഹോൾഡ് ചെയ്ത് ബ്രീത്ത് ഔട്ട് ചെയ്യണം. അത് ചെയ്തതിന് ശേഷം മാത്രം എന്താക്കുക, നിങ്ങൾ ആ ഒരു സാധനത്തിന് വേണ്ടിയിട്ട്
എൻ്റർ ചെയ്യുക എന്നുള്ളതാണ് അടുത്ത കാര്യം എന്ന് പറയുന്നത്. അത് നിങ്ങളെ കൂടുതൽ കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കാനും കോൺഫിഡൻ്റ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യാനും നിങ്ങൾ എന്താക്കും ഹെൽപ്പ് ചെയ്യും. ആറാമത്തെ കാര്യം, യൂസ് ദ ഫസ്റ്റ് 30 സെക്കൻഡ് ട്രിക്ക്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഓപ്പണിംഗ് ഇല്ലേ, ആ ഓപ്പണിംഗ് നിങ്ങൾ എപ്പോഴും എന്താക്കുക, ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് മാത്രം പോവുക. നാളെ ഒരു പ്രസൻറ്റേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പ്രസൻറ്റേഷൻ്റെ ഫസ്റ്റ് 30 സെക്കൻഡ്സ് അല്ലെങ്കിൽ ആ ഒരു ഫസ്റ്റ് ഒരു ടൈം ഉണ്ടല്ലോ, ആ ടൈമിൽ നിങ്ങൾ എന്ത് സംസാരിക്കുക എന്നുള്ളത് ഒന്ന് കറക്റ്റ്, അവിടെ നിങ്ങൾ എന്താണോ പറയാൻ പോകുന്നത് ആ സംഭവം നിങ്ങൾ പ്രീവിയസ്ലി പ്രാക്ടീസ് ചെയ്ത് പക്കാ സെറ്റാക്കിയതിന് ശേഷം മാത്രം പോവുക. ബാക്കി മെയിൻ ടോപ്പിക്കൊക്കെ നിങ്ങൾ കണ്ടന്റ് മാത്രം പ്രിപ്പയർ ചെയ്ത് അല്ലെങ്കിൽ സ്ലൈഡിൽ സെറ്റാക്കിയാൽ മതി. ബട്ട് ഫസ്റ്റ് ആ പറയുന്ന ഇൻട്രോ ഇല്ലടാ, അത് നിങ്ങൾ പ്രോപ്പറായിട്ട് പ്രാക്ടീസ് ചെയ്ത് അത് നിങ്ങൾ അടിപൊളിയാക്കി നിങ്ങൾ എന്താക്കുക, പോകാൻ വേണ്ടി ശ്രദ്ധിക്കുക. അല്ലാണ്ട് വെറുതെ ചാടിക്കറി പോയിട്ട് അവിടെ നിങ്ങൾ ഓപ്പണിങ്ങിന് വേണ്ടി തപ്പാതെ ആദ്യം ഓപ്പണിങ് സെറ്റാക്കി വെക്കുക. കാരണം ഹുക്കാണ്. ആ ഓപ്പണിങ്ങിൻ്റെ മുകളിൽ നിങ്ങൾക്ക് അവിടെ ഇരിക്കുന്ന ഓരോ ആൾക്കാരെ കൈമിലാക്കാൻ പറ്റണം. അങ്ങനത്തെ ഒരു സാധനം നിങ്ങൾ എന്താക്കണം, പ്രാക്ടീസ് ചെയ്ത് വെക്കണം. നിങ്ങൾ ആദ്യം പോയിട്ട് അവിടുന്ന് ആൾക്കാരെ കയ്യിലെടുക്കാൻ മാത്രമുള്ള ഹുക്ക് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് വെക്കുന്ന വലിയ അടിപൊളി ഹിറ്റ്ലറും അല്ലെങ്കിൽ അങ്ങനത്തെ വലിയ വലിയ സ്പീക്ക് ചെയ്യുന്ന ആൾക്കാരൊന്നുമല്ല. ഹിറ്റ്ലറിനെ പറഞ്ഞത്, ഹിറ്റ്ലറൊക്കെ ഇത്രയും ആൾക്കാരെ പിടിച്ചിരുത്തിയത് മൂപ്പരെ സ്പീച്ചിൻ്റെ മുകളിലാണ് അല്ലെങ്കിൽ മൂപ്പരെ ടീമിലേക്ക് എത്തിച്ചത്. അപ്പോൾ അതേപോലെ നിങ്ങൾ അങ്ങനത്തെ ആൾക്കാരൊന്നുമല്ല. ഇപ്പോൾ ഞാനാണെങ്കിൽ ആരാണെങ്കിലും അങ്ങനത്തെ ആൾക്കാരൊന്നുമല്ല, നമ്മളിപ്പോൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ. അപ്പോൾ അതിനെക്കൊണ്ട് അത് പ്രാക്ടീസ് ചെയ്ത് സെറ്റാക്കിയതിന് ശേഷം മാത്രം എന്താക്കുക, നിങ്ങൾ അതിന് വേണ്ടി പോവുക. ഓക്കെ, കറണ്ട് പോയി, എന്നെക്കൊണ്ട് ഞാൻ പുറത്തോട്ടേക്ക് വന്നത് എന്തായാലും ഇത് കൺക്ലൂഡ് ചെയ്യാന്നുള്ളത് വിചാരിച്ച്. സോ ആറാമത്തെ കാര്യം പറഞ്ഞത് മിസ്റ്റേക്സ് എന്തായാലും പറ്റും. മിസ്റ്റേക്സ് എന്ന് പറഞ്ഞത് എപ്പോഴും കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഈ മിസ്റ്റേക്സ് വന്നത് കാരണം നിങ്ങൾ പതറിയിട്ട് അതിൻ്റെ മുകളിൽ ആ ഒരു സാധനം ഇട്ടേക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആ മിസ്റ്റേക്സ് വെച്ചും കൊണ്ട് തന്നെ എങ്ങനെ കൺട്രോൾ ചെയ്ത് സംസാരിക്കാമെന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അത് കാരണം എൻ്റെ മീറ്റിങ്സ് മൊത്തം കോളായി, എൻ്റെ പ്രസൻറ്റേഷൻ മൊത്തം കോളായി എന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. സോ ഈ ഒരു 6-7 കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. സോ ഒരു കാര്യം കൂടി ഞാൻ പറയാം, ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് ഒറ്റയടിക്ക് തന്നെ നിങ്ങൾ അടിപൊളിയാവുന്നല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ ആദ്യത്തെ ഒരു 10 എണ്ണം ചെയ്യുമ്പോഴത്തേക്കില്ല, ആദ്യത്തെ ഒരു 10 പ്രസൻറ്റേഷൻ ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് യൂസ്ഡ് ആവും. അടുത്ത ഒരു 10-20 ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളൊന്ന് സെറ്റാവും. അടുത്തത് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളത് ഇമ്പ്രൂവ് വരും. ഞാൻ അപ്പോഴും പറഞ്ഞത് നിങ്ങൾ ഫിയർ എടുത്ത് ഒഴിവാവുന്നല്ല ഞാൻ പറഞ്ഞത്. ഫിയറിൻ്റെ മുകളിൽ നിന്നും കൊണ്ട് എങ്ങനെ സംസാരിക്കാൻ നിങ്ങൾ പഠിക്കുന്നുള്ളത് ഞാൻ പറയുന്നത്. ഓക്കെ, സോ എല്ലാവർക്കും ഒരു ബെസ്റ്റ് വിഷസ് പറയുകയാണ്. നിങ്ങൾ ഫിയറൊക്കെ മാറ്റാൻ പറ്റട്ടെ. ഇനി ഫിയറിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റട്ടെ. ആ ഒരു സ്കിൽ നിങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ പറ്റട്ടെ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. ഇതുപോലുള്ള വീഡിയോസ് ആയിരിക്കും നിങ്ങളുടെ ലൈഫിനെയും നിങ്ങളെ കരിയറിനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന വീഡിയോസ് ആയിരിക്കും നമ്മൾ ഈ ഒരു ചാനൽ വരുന്നുണ്ടാവുക. നിങ്ങൾക്കൊരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇതുപോലെ വീഡിയോസ് കിട്ടാൻ വേണ്ടി നമ്മൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരെ ബൈ.